എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിൽ സീറ്റ് മെട്രിക്സുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം കാരണമാണ് നിലവിലെ തേർഡ് അലോട്ട്മെൻറ്റും അതുപോലെ അഡ്മിഷനും നിർത്തിവെച്ചിട്ടുള്ളത്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ തേർഡ് അലോട്ട്മെൻറ്റ് വ്യാഴാഴ്ചയോടെ പ്രസിദ്ധീകരിക്കുന്നതാണ്. കാരണം നിലവിൽ ഈ ഒരു സീറ്റുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കണക്ക്, അതായത് സീറ്റിൻ്റെ എണ്ണം സംബന്ധിച്ചുള്ള ആ ഒരു വ്യക്തത, അതായത് അവ്യക്തതയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പോസ്റ്റ് പോൺ ചെയ്യാനായിട്ടുള്ള ഉണ്ടായിരുന്ന കാരണം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഗവൺമെൻറ്റിൽ നിന്നും റിപ്പോർട്ട് വഴി ലഭിക്കുന്ന, അതായത് ഗവൺമെൻറ് LBSലേക്ക് ഇത്ര സീറ്റ് വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് LBS ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുന്നത്. എന്നാൽ നിലവിൽ ചില കോളേജിൽ കൂടുതൽ സീറ്റ് ഉണ്ട് എന്നുള്ള രീതിയിലായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിലും നിലവിൽ അതായത് വിവിധ കോളേജിൽ ആ ഒരു രീതിയിൽ സീറ്റ്, അതായത് റിപ്പോർട്ട് ചെയ്തതിൻ്റെ അത്ര സീറ്റ് വേക്കൻസി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു സീറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലങ്ങളൊക്കെ പരിഹരിച്ച ശേഷമായിരിക്കും ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വൈകുന്നത്. കാരണം ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൽ നിന്നും LBS സെൻറ്ററിന് അതുമായി ബന്ധപ്പെട്ട് ഇത്ര സീറ്റ് വേക്കൻസി ഉണ്ട് എന്ന് കൃത്യമായിട്ടുള്ളൊരു റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇനി തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾക്ക് വ്യാഴാഴ്ചയോടെ നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻറ്റ്സും, അതായത് അഡ്മിഷൻ ടൈമിൽ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സും ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഇതുവരെ തയ്യാറാക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ തയ്യാറാക്കി വെക്കുക. അതുപോലെ തന്നെ LBSൻ്റെ ഡിപ്ലോമ കോഴ്സിലേക്കുള്ള പുതുതായിട്ട്, അതായത് ഈ ഒരു ഡിപ്ലോമ കോഴ്സിലേക്ക് ന്യൂ രജിസ്ട്രേഷനാണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ആ ഒരു രീതിയിൽ ഡിപ്ലോമ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഇൻകം, കാസ്റ്റ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, ഇതുപോലുള്ള സർട്ടിഫിക്കറ്റൊക്കെ വാലിഡിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ നിങ്ങളുടെ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ, അതായത് ഏകദേശം, അതായത് ഈ ആഴ്ച തന്നെ, അതായത് ഈ ഒരു വ്യാഴാഴ്ചയോടെ നിങ്ങളുടെ റിസൾട്ട് വരാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ ഈ ഒരു റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഈ ഒരു സീറ്റിൻ്റെ ആ ഒരു എണ്ണം തമ്മിലുള്ള അതായത് സീറ്റിൻ്റെ എണ്ണം സംബന്ധിച്ചുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ആ ഒരു സീറ്റുകളുടെ എണ്ണം സംബന്ധിച്ച ഒരു കൃത്യമായിട്ടുള്ള വിവരം ഈ ഒരു ഗവൺമെൻറ്റിൽ നിന്നും LBS സെൻറ്ററിന് ലഭിക്കുന്ന പക്ഷം ഈ ഒരു വിദ്യാർത്ഥികളുടെ തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. കാരണം വിദ്യാർത്ഥികൾ കുറേ നാളായിട്ട് ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് എപ്പോഴാണ് വരിക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പ്രത്യേകം നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.